നോവാവുകയാണ് വയനാട്. മുണ്ടക്കി തെരച്ചിൽ ദൗത്യവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. ആദ്യം വയനാട് ഉരുൾപൊട്ടലിൽ കാണാതെയവർക്കുള്ള തിരച്ചിൽ 7-ാം ദിവസത്തിലേക്ക്. ഐബോർഡ് പരിശോധനയിൽ ബെയിലി പാലത്തിന് സമീപം ലഭിച്ച 2 സിഗ്നലുകൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് പരിശോധന നടത്തുന്നത്. സിഗ്നലുകൾ മനുഷ്യ ശരീരത്തിൻ്റെതാകാമെന്നാണ് സംശയം. ഡോഗ് സ്ക്വാഡിനെ എത്തിച്ചാകും പരിശോധന. ചാലിയാർ പുഴയിലും ഇന്ന് തെരച്ചിൽ നടക്കും. ഉരുൾപൊട്ടലിൽ മരണസംഖ്യ 359ആയി. തിരിച്ചറിയാത്ത 8 പേരുടെ മൃതദേഹം സർവ്വമത പ്രാർത്ഥനയോടെ പുത്തുമലയിൽ സംസ്കരിച്ചു. ഇപ്പോൾ വിശദാംശങ്ങളുമായി ഷഹദ് റഹ്മാൻ ചൂരൽമലയിൽ ചേരുന്നു. ഷഹദ, ഇന്നത്തെ ഒരു തെരച്ചിൽ ദൗത്യത്തിന്റെ ആക്ഷൻ പ്ലാൻ എങ്ങനെയാണ്? ഈ മുണ്ടക്കൈ പുഞ്ചിരിവട്ടം പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണോ പരിശോധന? ഒപ്പം ഈ ഐബോർഡ് പരിശോധന സിഗ്നൽ ലഭിച്ച ഇടം, അവിടെ കൂടുതൽ കേന്ദ്രീകൃതമായ ഒരു പരിശോധനയാണോ പ്രതീക്ഷിക്കേണ്ടത്? വിശദാംശങ്ങൾ. സുഹേൽ, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും ഇന്ന് ഇപ്പം 7-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഈ തിരച്ചിൽ. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും സുഹേൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകളിലേക്കാണ് ഇനി ഈ മിലിറ്ററിയും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് സേനാ അംഗങ്ങളും ഒക്കെ തന്നെ കടക്കുന്നത്. കാരണം ഇപ്പോൾ ഈ മേഖലയിൽ ഓൾമോസ്റ്റ് എല്ലാ മേഖലകളും ഇപ്പോൾ പരിശോധിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇതിൽ പകുതിയിടം ഈ JCBയും അതുപോലെ തന്നെ ഹിറ്റാച്ചിയും ഒക്കെ ഉപയോഗിച്ച മാന്തി കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 6 മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഈ പരിശോധന എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 6 മേഖലകളിൽ ഇപ്പം ചില മേഖലകൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞു ഇതിനോടകം തന്നെ. അപ്പോൾ ഇനി ബാക്കി വരുന്ന മേഖലകളിലാണ് പ്രധാനമായിട്ടും പരിശോധന നടത്തുക. അപ്പോൾ ഈ മേഖലകളിൽ നിന്നും ഇപ്പോൾ ഇനി തിരയാൻ പോകുന്ന മേഖലകളിൽ ഒരുപക്ഷെ കൂടുതൽ ആളുകളെ കണ്ടെത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒരു അനുമാനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇനിയുള്ള, അതായത് ഈ ചൂരൽമലയുടെ കുറെ കൂടി താഴെ ഭാഗത്തേക്കും അതുപോലെ തന്നെ മറ്റു ഭാഗത്തും കാര്യമായിട്ടുള്ള പരിശോധന നടത്താനുള്ള ഒരു തീരുമാനം. കുറെ കൂടി സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേ സമയത്ത് ഈ ചാലിയാർ തീരത്ത് നിന്നാണ് ഇപ്പോഴും മൃതദേഹങ്ങൾ കൂടുതലായിട്ട് കണ്ടെത്തുന്നത്. അപ്പോൾ ആ മേഖലകളിലും വ്യാപകമായിട്ടുള്ള തെരച്ചിൽ നടത്തും. ഇന്നലെ നമുക്കറിയാം, ഒരു മാസ് സെർച്ചിങ് ആയിരുന്നു ഈ മേഖലകളിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് കൂടുതൽ ഈ സന്നദ്ധ സംഘടനകളെ കൂടി ഉൾപ്പെടുത്തിയിട്ടായിരുന്നു ഇന്നലെ ഈ ചാലിയാർ തീരങ്ങളിലും അതുപോലെ തന്നെ അതിന്റെ മറ്റ് മേഖലകളിലും ഒക്കെ, അത് സാധ്യമായിട്ടുള്ള മറ്റ് മേഖലകളിലും ഒക്കെ ഈ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നും സമാനമായ രീതിയിൽ തന്നെ പരിശോധന നടത്തും. അതുപോലെ ഈ ഇതിന്റെ മലയോര മേഖലയിൽ, അതായത് ഇപ്പോൾ ഈ മേഖലയുമായി ചേർന്ന് നിൽക്കുന്ന ഈ മൃതദേഹങ്ങൾ വന്ന് അടിയാൻ സാധ്യതയുള്ള ഇടങ്ങളുണ്ട്, ഒരുപാട് ഇടങ്ങളുണ്ട്. അപ്പോൾ അത്തരം ഇടങ്ങളിൽ കൂടി ഇത്തരത്തിൽ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഈ വിവിധ സേനാ വിഭാഗങ്ങൾ പോകുന്നുണ്ട് ഇവിടെ നിന്നും. അപ്പോൾ ഈ ഇപ്പം സൂചിപ്പാറ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ നമുക്കറിയാം. സൂചിപ്പാറയിലൊക്കെ കഴിഞ്ഞ ദിവസം ഈ തെരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ സൂചിപ്പാറയ്ക്ക് സമാനമായിട്ടുള്ള മറ്റ് മേഖലകൾ, അത്തരം കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചും സാധ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഈ പ്രാദേശികമായിട്ട് നാട്ടുകാർ ഉന്നയിക്കുന്ന സംശയങ്ങൾ മുഖവിലക്കെടുത്തുകൊണ്ട് ആ മേഖലകളിൽ കൂടി പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഏതെങ്കിലും ഒരു ഇടത്തെ ഒരു ജീവന്റെ അംശം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ആളുകൾ ഉണ്ടെങ്കിൽ, അത് പൂർണ്ണമായിട്ടും ആളുകളുടെ ആ അഭിപ്രായത്തെ മാനിക്കുകയും അത് കൃത്യമായിട്ട് പരിശോധന നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരാളുടെയും വാക്ക് തള്ളിക്കളയുന്നില്ല. സാധ്യമായിട്ടുള്ള എല്ലാ പരിശോധനകളും നിലവിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് 221 അതിൽ പുരുഷന്മാരുടേത് 97, സ്ത്രീകളുടേത് 87, കുട്ടികളുടേത് 37. ബന്ധുക്കൾ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളുടെ എണ്ണം 172 എന്നുള്ളതാണ്. അതുപോലെ കണ്ടെത്തിയ ശരീരഭാഗങ്ങളുടെ എണ്ണം 166. പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹങ്ങളുടെ എണ്ണം 220 എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് PRD തന്നെ, അതായത് സർക്കാർ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം ചെയ്ത ശരീരഭാഗങ്ങളുടെ എണ്ണം 160. ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയ മൃതദേഹങ്ങളുടെ എണ്ണം 71. ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയ ശരീരഭാഗങ്ങളുടെ എണ്ണം 132 എന്നുള്ളതാണ്. ഇത് ഇന്നലെ വൈകിട്ടോടുകൂടി പുറത്തുവിട്ട കണക്കാണ്. ഇന്ന് രാവിലെ 10 മണിയാകുമ്പോഴേക്കും പുതിയ കണക്കുകൾ അപ്ഡേറ്റ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇന്നലെ വൈകിട്ടോ അല്ലെങ്കിൽ ഇന്നലെയോ അങ്ങനെ കാര്യമായിട്ട് നമുക്ക് ആരെയും കണ്ടെത്താനായിട്ടില്ല. 2 മൃതദേഹങ്ങളാണ് ഇന്നലെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ മറ്റു മൃതദേഹങ്ങളോ അല്ലെങ്കിൽ മറ്റാളുകളെ ഒന്നും തന്നെ ഇന്നലെയൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വേദന ജനിപ്പിക്കുന്ന കാര്യം. അപ്പോൾ ഇന്ന് കൂടുതൽ ഇടങ്ങളിലേക്ക്, ആഴങ്ങളിലേക്ക് പരിശോധന നടത്തും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരവും.
200-ലധികം ആളുകളെ കാണാനില്ലെന്ന് തന്നെയാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന കണക്കുകൾ. ഇപ്പോൾ സമീർ ബിൻ കരീം കൂടി ചേർന്നു. സമീർ, ഈ മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ഭാഗത്ത് റഡാർ അടക്കം ഉപയോഗിച്ചുകൊണ്ട് പരിശോധന തുടരുമ്പോഴും അതിനേക്കാൾ അല്ലെങ്കിൽ അതിൽ അത്രത്തോളം തന്നെ ഊർജിതമായ തെരച്ചിൽ ചാലിയാറിൽ നടക്കുകയാണ്. ഇന്നലെ നമ്മൾ കണ്ടതാണ് ഇരുട്ടുകുത്തി മുതൽ പരപ്പൻപാറ വരെ ഒരു വനമേഖലയാണ്. ഈ മേഖലകളിൽ ഈ വനപ്രദേശത്തോട് ചേർന്നൊക്കെ ഈ സന്നദ്ധ പ്രവർത്തകരും ദൗത്യസേനയും കൂടി ചേർന്ന് വലിയ രീതിയിൽ തെരച്ചിൽ നടത്തുന്നത് കണ്ടു. സമാനമായ രീതിയിൽ തന്നെ ഇന്ന് ആ മേഖലയിൽ കേന്ദ്രീകരിച്ച് എങ്ങനെയായിരിക്കും ഒരു തെരച്ചിൽ നടത്താൻ ആലോചിക്കുന്നത്? എന്താണ് വിശദാംശങ്ങൾ? സുഹൈല്, ഇന്നലെ നടന്ന ഒരു മാസ് തിരച്ചിൽ പോലെ ഇന്ന് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് പ്രധാനമായും പോലീസ്, വനം, സന്നദ്ധ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ ഈ ചാലിയാർ പുഴയുടെ തീരത്തുള്ള ജനപ്രതിനിധികളും ഒക്കെയായിരിക്കും ഇന്ന് പ്രധാനമായും തിരച്ചിലിനായി എത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ രാവിലെ 8 മണിയോട് കൂടി തന്നെ തിരച്ചിൽ തുടങ്ങുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എല്ലാവരും എത്തിയിരിക്കുന്നത്. ഇന്നലെ ഒരു മാസ് തിരച്ചിൽ വനം കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ പുഴയുടെ എല്ലാ തീരങ്ങൾ കേന്ദ്രീകരിച്ചും നടത്തിയിരുന്നെങ്കിലും പ്രതീക്ഷ അത്ര ഒരു ഫലം ഉണ്ടായില്ല എന്നുള്ളതാണ് വിലയിരുത്തൽ. കാരണം ശരീരങ്ങൾ കൂടുതലായി കണ്ടെത്താൻ കഴിഞ്ഞില്ല, പക്ഷെ ശരീരഭാഗങ്ങൾ കൂടുതലായി കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചാലിയാർ പുഴയിൽ നിന്നും ഇതുവരെ ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ 233 മൃതദേഹങ്ങളാണ് എത്തിയത് എന്നുള്ളതാണ്. ഇതിൽ 158 ശരീരഭാഗങ്ങൾ, 75 പൂർണ്ണമായിട്ടുള്ള മൃതദേഹങ്ങൾ എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്നും പ്രധാനമായുള്ള തിരച്ചിൽ എന്ന് പറയുന്നത് ഈ വനത്തിലേക്കും ഒരു സംഘം പ്രവേശിക്കും. വനത്തിൽ പ്രധാനമായും ഈ കനത്ത കുത്തൊഴുക്കിൽ വനത്തിൽ ഏതെങ്കിലും ഇടങ്ങളിൽ ഈ ശരീരഭാഗങ്ങൾ തങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഇപ്പോൾ വെള്ളം താഴ്ന്ന ഘട്ടത്തിൽ അത് തിരയാൻ അല്ലെങ്കിൽ അത് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് ദൗത്യ സംഘത്തിന്റെ ഒരു പ്രതീക്ഷ. അതോടൊപ്പം തന്നെ ചാലിയാറിലെ ഈ പാലങ്ങൾക്കടിയിൽ അടിഞ്ഞുകൂടിയിരുന്ന മരങ്ങളും എല്ലാം തന്നെ ഇപ്പോൾ കൂടുതൽ നീക്കം ചെയ്യാൻ ഒരു എളുപ്പമായ ഒരു ഘട്ടമുണ്ട്. ഒപ്പം തന്നെ ഈ മണൽത്തിട്ടയും വീണ്ടും പൊങ്ങി വരുന്ന ഒരു സാഹചര്യമുണ്ട് വെള്ളം കുറയുന്ന പശ്ചാത്തലത്തിൽ. അപ്പോൾ ഇവ രണ്ടും കേന്ദ്രീകരിച്ച് ഇവ നീക്കം ചെയ്തായിരിക്കും പ്രധാനമായും തിരച്ചിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഭാഗത്തുകളിലൊക്കെ തന്നെ ശരീരങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവെക്കുന്നത്. ഉറ്റവരെ ഇനി ജീവനോടെ കണ്ടെത്താനുള്ള സാധ്യത മെല്ലെ മങ്ങുമ്പോഴും മനുഷ്യാന്തസ്സിന് ചേരുന്ന രീതിയിൽ ഒരു സംസ്കാരം ഒരുക്കാനെങ്കിലും അവരുടെ മൃതദേഹം കിട്ടണമെന്ന ആഗ്രഹം മാത്രമാണ് അതിജീവിച്ചവർക്ക് ബാക്കി. ഇന്ന് തെരച്ചിൽ മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ഭാഗത്തും ചാലിയാറും ഉണ്ടാകും. ചാലിയാർ തീരത്ത് ഇന്നലത്തേന് സമാനമായ രീതിയിൽ ഒരു വ്യാപക തെരച്ചിൽ ഉണ്ടാകില്ല എന്നാണ് സമീർ ബിൻ കരീം ചേരുന്നത് പറയുന്നത്. ഏകദേശം അതിന്റെ വനമേഖലയിൽ ഇരുട്ടുകുത്തി മുതൽ പരപ്പൻപാറ വരേക്ക് ഇന്നലെ വലിയ രീതിയിൽ ഒരു മാസ് തെരച്ചിൽ നടത്തിയിരുന്നു. അത്തരത്തിൽ തെരച്ചിൽ ഉണ്ടാകില്ല, പക്ഷേ പോലീസും വനം വകുപ്പും ചേർന്ന് ആവും വിധം ഒരു തെരച്ചിൽ നടത്തുമെന്നാണ് സമീർ ബിൻ കരീം റിപ്പോർട്ട് ചെയ്തത്. അതിനോടൊപ്പം ഈ ബെയിലി പാലത്തിന് സമീപം ഇന്നലെ ഈ മനുഷ്യ ശരീരത്തിന് സംശയിക്കുന്ന രീതിയിൽ ഐബോർഡ് റഡാറിൽ ഒരു സിഗ്നലുകൾ ലഭിച്ചിരുന്നു. ഇത് കേന്ദ്രീകരിച്ച് ഇന്ന് പരിശോധന തുടരുമെന്നാണ് നമ്മുടെ പ്രതിനിധികൾ അറിയിക്കുന്നത്.